നമസ്തേ. ഇന്ത്യ മുന്നണി മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയിൽ ഇപ്പോൾ ഉയർത്തുന്ന വലിയൊരു മുദ്രാവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലായിരിക്കുന്നു എന്നാണ്. ഇങ്ങനെ ആവർത്തിച്ച് അവരെ പിന്താങ്ങുന്ന പല പ്രസ്ഥാനങ്ങളും സംഘടനകളും എല്ലാവരും ഈ ഒരു കോറസ് പാടുന്ന പോലെ ഇതേ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ജനാധിപത്യം അപകടത്തിലാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരിന്നൊരു റാലി നടത്തി ഡൽഹിയിൽ. എന്താണ് ആ റാലിക്കുള്ള പ്രകോപനം? പലതുണ്ട്. ഒന്നാമത്തത് കേജ്രിവാളിനെ, ഡൽഹി മുഖ്യമന്ത്രിയായ കേജ്രിവാളിനെ പിടിച്ച് ജയിലിൽ അടച്ചിരിക്കുന്നു. എന്തിനാണ്? അഴിമതി കാണിച്ചതിന്. അതാണ് ആരോപണം. അദ്ദേഹം കോടതികളിൽ പോയിട്ട് അവർ യാതൊരു റിലീഫും കൊടുത്തില്ല. ഒരു കേസ് തുടരട്ടെ, അയാളെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ്, EDയുടെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അഴിമതി നടത്തി അതിനു വേണ്ടിയാണ് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്കും അതുപോലെ CPIക്കും CPIMനും ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് വന്നിരിക്കുന്നു. നികുതി കുടിശ്ശികയുണ്ട്, അത് അടയ്ക്കണം. കോൺഗ്രസ്സിന് വളരെ ഉയർന്ന തുകയാണ്. 1800 കോടി, 1700 കോടി, 520 കോടി, അങ്ങനെ പല പല നോട്ടീസുകളാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. കേജ്രിവാളിനെ മദ്യനയ തിരുത്തലിൽ അഴിമതി നടത്തിയെന്നുള്ള ആരോപണത്തിൽ പിടിച്ചിട്ടിരിക്കുന്നു, EDയുടെ കസ്റ്റഡിയിലിരിക്കുന്നു. അത് ജനാധിപത്യത്തിന് ഭീഷണിയാണ് എന്നാണ് ഇവരെ ആരോപിക്കുന്നത്. വാസ്തവത്തിൽ ഒരു നിയമപരമായിട്ട് ഉള്ള നടപടിയെടുക്കുമ്പോൾ ഒരു നിയമപരമായി സ്ഥാപിതമായ ഒരു ഏജൻസി, അഴിമതി അന്വേഷിക്കാൻ ബാധ്യസ്ഥമായ ഒരു ഏജൻസി അവരുടെ അധികാരം ഉപയോഗിച്ച് ഒരാൾക്കെതിരെ കേസെടുക്കുമ്പോൾ അത് ജനാധിപത്യ ധ്വംസനമാകുന്നത് എങ്ങനെയാണ് ജനാധിപത്യത്തിന് അത് ഭീഷണിയാകുന്നത്? വാസ്തവത്തിൽ ജനാധിപത്യത്തിന് ഭീഷണിയാകുന്നത് അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ ആൾക്കാർ, 28 പാർട്ടികൾ, ഇന്ത്യ മുന്നണിയിലെ 28 പാർട്ടികൾ ഡൽഹിയിൽ ഒരു റാലി നടത്തുന്നതാണ്. അതാണ് ജനാധിപത്യം അപകടത്തിൽ എന്ന് വിളിച്ചോതുന്ന കാര്യം. കാരണം അഴിമതിക്കാരനെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും എണ്ണം പാർട്ടികൾ മുന്നോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടികളുടെ കയ്യിൽ ജനാധിപത്യം സുരക്ഷിതമല്ല. അവർക്ക് വേണ്ടത് സുഗമമായി അഴിമതി നടത്താനുള്ള അവകാശമാണ്. ആരും അവരുടെ അഴിമതി പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ പാടില്ല. ഒരു നിയമവും അവരെ തടയാൻ പാടില്ല. ഒരു ഏജൻസിയും അവരെ ആ കാര്യത്തിൽ തടയാൻ പാടില്ല. ഇഷ്ടം പോലെ ജനങ്ങളിൽ നിന്ന് പണം പിരിക്കുക, അത് ഇഷ്ടം പോലെ ചിലവാക്കുക, അതിന് കണക്കൊന്നും കൊടുക്കാതിരിക്കുക. ഇതാണ് കോൺഗ്രസും ആദായ നികുതിക്കാർ കേസെടുത്തിരിക്കുന്നത്. അതിനാണ്. അപ്പോൾ ഈ കേജ്രിവാളിൻ്റെ കാര്യത്തിൽ EDയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഒരാൾക്കെതിരെ നടപടിയെടുത്താൽ അത് ജനാധിപത്യ ധ്വംസനമാണെന്ന് പറഞ്ഞ് പ്രകടനം നടത്താൻ, റാലി നടത്താൻ മുന്നോട്ട് വരുന്ന അതേ ആൾക്കാരാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യത്തിന് അപകടം സൃഷ്ടിക്കുന്നവർ. യഥാർത്ഥ അപകടകാരികൾ അവരാണ്. അവരെ നാം തിരിച്ചറിയണം. നിയമവാഴ്ച തടയാനാണ്, അതൊരു അസൗകര്യമാണെന്ന് കാണുന്നവരാണ് ജനാധിപത്യത്തിൻ്റെ ശത്രുക്കൾ. ജനാധിപത്യത്തെ അപകടത്തിലാക്കുന്നത് അവരാണ്. അതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ കാര്യവും. ഞങ്ങൾ ഇഷ്ടം പോലെ പോയി പണമൊക്കെ പിരിക്കും, ഞങ്ങൾ കണക്കൊന്നും കൊടുക്കത്തില്ല, ഞങ്ങൾ ഇഷ്ടം പോലെ ചിലവാക്കും, അതിനും കണക്കൊന്നും കൊടുക്കത്തില്ല. എത്ര രൂപ ആരിൽ നിന്നെല്ലാം കിട്ടി? 20,000 രൂപയിൽ കൂടുതൽ സംഭാവന ആരൊക്കെ തന്നു? എത്ര രൂപ മൊത്തം കളക്ട് ചെയ്തു? എങ്ങനെ ചിലവാക്കി? ഇതൊക്കെ കാണിച്ചൊരു വാർഷിക റിട്ടേൺ ആദായ നികുതി വകുപ്പിനും ഇലക്ഷൻ കമ്മീഷനും കൊടുക്കാൻ എല്ലാ പാർട്ടികളും ബാധ്യസ്ഥരാണ്. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഇൻകം ടാക്സിന് അവരുടെ വരുമാനം വിധേയമാകേണ്ടി വരും. അങ്ങനെ കൊടുക്കാത്ത, അല്ലെങ്കിൽ കൊടുത്ത കണക്കിൽ കൃത്രിമം കാണിച്ചത്, ആ കാരണത്താലാണ് കോൺഗ്രസിന് പല തുകകൾക്കുള്ള ഇൻകം ടാക്സ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അത് അവർ അടച്ചേ പറ്റൂ.
കാരണം എന്ന് പറഞ്ഞാൽ അവർ സമയത്തിനൊന്നും വാർഷിക റിട്ടേൺ കൊടുക്കേണ്ടതാണ്. സമയത്തിനൊന്നും ഈ റിട്ടേൺ കൊടുത്തിട്ടില്ല. ഇൻകം ടാക്സിലെ 13A വകുപ്പ് പ്രകാരമാണ് അവർക്ക് എക്സംഷൻ ഉള്ളത്. ടാക്സ് കൊടുക്കുന്നില്ല, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും എക്സംഷൻ ഉണ്ട്. പക്ഷേ ഈ റിട്ടേൺ കൊടുക്കണം. റിട്ടേൺ കൊടുക്കാത്തത് കൊണ്ടാണ് കോൺഗ്രസിന് നോട്ടീസ് തന്നെ. അപ്പം നിയമവാഴ്ചയെ അവരും വെറുക്കുന്നു. നിയമവാഴ്ച പാടില്ല എന്നുള്ളതാണ് അവരും ആവശ്യപ്പെടുന്നത്. അപ്പം അവരല്ലേ ജനാധിപത്യത്തിന് ഭീഷണി, ജനാധിപത്യം അപകടത്തിലാണെന്ന് അവരല്ലേ തെളിയിക്കുന്നത്. ഇവർ തന്നെയാണ് അപകടകാരികൾ. ജനാധിപത്യം അപകടത്തിൽ നിന്ന് നിലവിളിക്കുന്ന ഇവർ തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ ആപത്തുകൾ. ജനാധിപത്യത്തെ അപകടത്തിൽപ്പെടുത്തുന്ന ഇവർ തന്നെയാണ്. യഥാർത്ഥത്തിൽ ജനാധിപത്യം ഇന്ന് വാസ്തവത്തിൽ ഇവരിൽ നിന്നാണ് ഭീഷണി നേടിയിരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ അപകടകാരികളെ, ഈ ജനാധിപത്യ വിരുദ്ധ ശക്തികളെ, ജനാധിപത്യത്തിൻ്റെ ശക്തികളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് നാം തൂത്തെറിയണം. അതിനുള്ള ഒരു സുവർണ അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഏപ്രിൽ 19 മുതൽ തുടങ്ങുന്ന തിരഞ്ഞെടുപ്പ്, ജൂൺ 1 അവസാനിക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ, അതിനുള്ള ഒരു അവസരമാണ്. ജനങ്ങൾ ഈ ക്ഷുദ്രശക്തികളെ തൂത്തെറിയണം. രാഷ്ട്രീയ രംഗത്തുനിന്ന് തൂത്തെറിയണം, ഭരണത്തിൽ നിന്ന് തൂത്തെറിയണം. അതാണ് വേണ്ടത്. ഈ തലതിരിഞ്ഞ ആൾക്കാർ അവരാണ് ഈ ജനാധിപത്യത്തെ അപകടപ്പെടുത്തുന്നത്. ജനാധിപത്യം അപകടത്തിലാണെന്ന് നിലവിളിക്കുന്ന അവരാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ അപകടത്തിലാക്കുന്നത്. നന്ദി, നമസ്കാരം.